ബെൽസിക്ക് ബാൻഡ് 5 ജോബ് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ഏത് ട്രസ്റ്റിലോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ? മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിലാണ്. ഫൗണ്ടേഷൻ ട്രസ്റ്റ്. ഓക്കെ. അപ്പൊ ഇത് ബെൽസിയുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണോ? അതെ സാർ, ഫസ്റ്റ്. ബെൽസിക്ക് എത്ര പേരുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്റെ സമയത്ത്, അറിയായിരുന്നോ? ആക്ച്വലി ഞാനായിരുന്നു ഫസ്റ്റ് പേഴ്സൺ. ആ എനിക്ക് 8 o'clock ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ആ പക്ഷേ അവര് ഫീഡ്ബാക്ക് തരുമ്പം എന്നോട് പറഞ്ഞായിരുന്നു 15 പേരിൽ നിന്ന് ആ 5 പേരെ സെലക്ട് ചെയ്ത്. ആ 5 പേര് ഒരാള്. വെരി ഗുഡ്. അപ്പൊ അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് അങ്ങനെയാണെങ്കിൽ. കാര്യം ഫസ്റ്റ് ഇന്റർവ്യൂ, ആദ്യമായിട്ട് പോയ ഇന്റർവ്യൂ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാരും ഇങ്ങനെ മലയാളീസ് ഒക്കെ ചോദിക്കൂലോ, ആ ഇതിപ്പോ എത്ര ഇന്റർവ്യൂ എവിടെയൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പൊ ഇതെന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു ഭയങ്കര ഒരു പ്രൗഡ് ഫീലാ. പിന്നെ ഉറപ്പായിട്ടും സത്യം, എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രൗഡ് ഫീൽ. കാര്യം നമ്മൾ ഏകദേശം വീഡിയോ ഇട്ടിട്ടുള്ള എല്ലാവരും തന്നെ, ഇപ്പൊ ബെൽസി അടക്കം എനിക്കൊന്ന് 7-8 പേരുടെ ഇട്ടിട്ടുണ്ട്. കുറെ പേര് ഇടാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ഇട്ട ആൾക്കാർ എല്ലാവരുടെ തന്നെ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അപ്പൊ അത് വലിയൊരു അച്ചീവ്മെന്റാ. കാര്യം അത് നിങ്ങൾ അത്രത്തോളം നന്നായിട്ട്, കാര്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ. അപ്പം ആ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റി കാണില്ല ഒന്ന്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങളെ സെലക്ട് ചെയ്തതിന്റെ റീസൺ ആ പ്രസന്റേഷൻ നിങ്ങളെ നെയിൽ ചെയ്തതാണ് മെയിൻ ആയിട്ട്. മനസ്സിലായോ? അപ്പൊ അവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. കാര്യം ഫ്രണ്ടിൽ ഇരിക്കുന്ന മാനേജർ അല്ലെങ്കിൽ പാനൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹയറിംഗ് മാനേജർ ആയിരിക്കും. മേ ബി ബെൽസിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബെൽസിയുടെ ബാൻഡ് 6 ബാൻഡ് 7 ആയിരിക്കും ബെൽസിയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ ആൻസേഴ്സ് കേൾക്കുമ്പോൾ അവർ ഇംപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും നോക്കാനില്ല. ബാക്കി കാര്യം അവർ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു സംഭവം. കാര്യം നമുക്ക് നാട്ടിൽ ഇപ്പൊ നമ്മളൊരു PSCയുടെ നമുക്കൊരു സക്സസ്ഫുൾ ആയ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ 3 വർഷത്തിൽ കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. എത്ര പേരാ സമരം ചെയ്യുന്നതും എടുക്കുന്നെങ്കിൽ അല്ലെ? പക്ഷെ ഇവിടെ ആ ഒരു ഫെയർനെസ് ഉണ്ട്. ആര് നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നു, അല്ലാതെ മറ്റേ ആൾക്ക് എന്താ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്, അവൻ പൊട്ടയായിട്ട് ഇന്റർവ്യൂ ചെയ്താൽ ഒരിക്കലും അവനെ എടുക്കില്ല. എന്തായാലും ആര് നന്നായിട്ട് ചെയ്യുന്നു അത് ബെൽസിക്ക് എന്തായാലും മനസ്സിലായല്ലോ ഇതോടുകൂടി, അല്ലെ? എന്തായാലും അത് സാർ എനിക്ക് ഒരു ഫീഡ്ബാക്ക് തന്നപ്പം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയ ഒരു കാര്യം തന്നെ, അവര് ഫീഡ്ബാക്ക് തന്നപ്പോ നല്ല പോസിറ്റീവ് ആയിട്ട് എന്നോട് പറഞ്ഞു, നീ നന്നായിട്ട് പ്രസന്റ് ചെയ്തു, നീ നന്നായിട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതിന് മെയിൻ കാരണം സാറാണ്. കാര്യം ഞാനത് എടുത്തു പറയും. കാര്യം എനിക്ക് അത്രയും കാര്യങ്ങൾ ആ ഒരു എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമൊന്നും കിട്ടിയില്ലായിരുന്നെങ്കിൽ മേ ബി എനിക്ക് അത് അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാര്യം അവരുദ്ദേശിക്കുന്ന ആരും വേണമല്ലോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഉറപ്പായിട്ടും ബെൽസി, ഉറപ്പായിട്ടും. അത് കഴിഞ്ഞ് ഞാൻ ആപ്ലിക്കേഷൻ ഒരു 40 ആപ്ലിക്കേഷൻ ടോട്ടൽ ഇട്ടിട്ടുണ്ട്. ആ അതിൽ നിന്ന് ടോട്ടൽ എനിക്ക് 3 ഇന്റർവ്യൂസ് ആണ് വന്നത്. ഫസ്റ്റ് ഇന്റർവ്യൂ ഇവിടുത്തെ മാഞ്ചസ്റ്ററിന്റെ ആയിരുന്നു. ആ സെക്കൻഡ് സാൽഫോർഡ്, അതും ഡയാലിസ് തന്നെയായിരുന്നു. ആ തേർഡ് ഇന്റർവ്യൂ കിട്ടിയത് മാഞ്ചസ്റ്ററില് ഗൈനക്ക്. കാര്യം എനിക്ക് ഗൈനക്കിൽ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ. അതെ അപ്പം ഞാൻ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ എനിക്ക് അറിയാം. കാര്യം അവരുടെ അതിൽ എസെൻഷ്യൽ ക്രൈറ്റീരിയൽ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? അതെ. അപ്പൊ ഇല്ല, കിട്ടാൻ സാധ്യത. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഡയാലിസിൽ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് അതുകൊണ്ട് ഈ 3 ആപ്ലിക്കേഷൻ ആണ് സെലക്ട് ആയത്. കാര്യം ചില സ്പെഷ്യാലിറ്റിയിൽ അവർ മിക്കവാറും ഡിസൈറബിളിനകത്ത് ഇട്ടിരിക്കുകയും ചെയ്യും. കാര്യം അവർ ട്രെയിൻ ചെയ്യും പ്രോപ്പർ ആയിട്ട്. നിങ്ങൾ ഇന്റർനാഷണൽ ആണെന്നുണ്ടെങ്കിലും ലൈക്ക് ഇവിടെ ഓൾറെഡി ഹെൽത്ത് കെയർ ആയിട്ട് നിന്ന് കയറിയിട്ടുണ്ടെങ്കിലും അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബെൽസിയുടെ കംപ്ലീറ്റ് ജേർണിയിൽ ഒരു പാർട്ട് ആവാൻ നമുക്ക് പറ്റിയതിൽ ഒരുപാട് സന്തോഷം എന്തായാലും. കാര്യം ഇപ്പം ബാൻഡ് 5 ആവുക അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ട്രഗിൾ ബെൽസിക്കാൻ അറിയാം. ഒരുപാട് ഫ്രണ്ട്സ്, എനിക്ക് ബെൽസിയുടെ ഒരു ഫ്രണ്ടും റീസെന്റ് നമ്മുടെ സെഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര്, എനിക്ക് ബെൽസിനെ റെഫർ ചെയ്ത് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ഒന്ന് ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അപ്പൊ ബെൽസിയുടെ ഒരു ഇതിൽ ഈ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, ഒന്ന് നമ്മുടെ റെക്കോർഡ് സെഷൻസും നമ്മൾ അയച്ചുന്ന മെറ്റീരിയൽസും പിന്നെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ബെൽസി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ബെൽസിക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി എന്നുള്ള കാര്യങ്ങൾ, എത്രത്തോളം ബെൽസിനെ ഹെൽപ്പ് ചെയ്തു നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ഒരു പ്രിപ്പറേഷൻ ഇന്റർവ്യൂവിന്റെ കാര്യം. CBT എന്തായാലും ബെൽസി പറഞ്ഞു. ബാക്കി ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ബെൽസിക്ക്? ആക്ച്വലി ഇന്റർവ്യൂ എന്ന് പറയുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നാട്ടിലെ ഇന്റർവ്യൂ ഇവിടുത്തെ ഇന്റർവ്യൂവും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവരെന്താണ് നമ്മളിത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണോ എന്നുള്ള ഒരു കാര്യം സാറിന്റെ ആ 4 hour ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. നമ്മൾ നഴ്സിംഗിന് പഠിക്കുന്ന നഴ്സിംഗ് നോളേജ് മാത്രമല്ല. കാര്യം ഇപ്പൊ ഇവര് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ചില വേർഡ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇപ്പൊ നോർമലി നമ്മുടെ നാട്ടിൽ ഞാൻ വിചാരിച്ചു ഡയാലിസ് ആണ്, അപ്പൊ നോർമൽ ഡയാലിസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യം. പക്ഷെ ഇവിടെ അതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല. ജസ്റ്റ് എന്തുകൊണ്ടാണ് ഡയാലിസ്, അതെ, ആ ഒരു ക്വസ്റ്റ്യൻ അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും അവരൊരു സിനാരിയോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ പറയാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ അങ്ങനെ വലിയ കണക്ഷൻസോ അല്ലെങ്കിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല വേറെ ഒരാളോട് ചോദിക്കാനോ പറയാനോ. അപ്പൊ ആ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കയറിയത് കൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടി. എങ്ങനെയായിരിക്കും അവരുടെ ക്വസ്റ്റ്യൻസ്, അപ്പൊ എനിക്കൊരു അവര് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും പറയാനുള്ളൊരു ധൈര്യം, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണോ, അയ്യോ ഇതെനിക്ക് അറിയില്ലല്ലോ എന്ത് പറയും, അങ്ങനത്തെ പേടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു.
ഓക്കെ. അപ്പം ബെൽസി, ഇപ്പൊ നമ്മുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തു. നമ്മളൊരു ട്രാക്ക് ജോബിൽ എങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ സപ്പോർട്ടിംഗിന്റെ സാമ്പിൾസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽസിക്ക് വീഡിയോയുടെ ആക്സസും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അതെ ഒരുപാട് കുട്ടികൾ ഇപ്പം ഇന്റർവ്യൂ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിന് ഇപ്പൊ ഇഷ്ടമാതിരി പേരാണ് ആപ്ലിക്കേഷൻ അസിസ്റ്റൻസ് ആയി വരുന്നത്. കാര്യം പിൻ നമ്പർ കിട്ടി അവർക്ക് ജോബിലോട്ട് ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നില്ല. അപ്പോൾ അതെ ഞാൻ അവർക്ക് മെയിൻ ആയിട്ട് വരുന്ന സമയത്ത് പറയുന്നത്, നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്റർവ്യൂവിന്റെ റെക്കോർഡ് വീഡിയോസ് കൂടെ കണ്ടു തുടങ്ങുക. ബിക്കോസ് ഷോർട്ട് ലിസ്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും സമയം കിട്ടത്തില്ല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം അത് ഒരുപാട് സത്യം. പുതിയ കാര്യങ്ങൾ. അപ്പൊ അത് ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബെൽസി അത് ചെയ്തതൊക്കെ ബെൽസിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ കാര്യങ്ങൾ, ആ റെക്കോർഡ് സെഷൻസ് ഒക്കെ നോക്കിയത്? ആക്ച്വലി ആപ്ലിക്കേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, എന്റെ മനസ്സിലും ഇങ്ങനെ ചിന്തയായിരുന്നു, ഒന്ന് സെലക്ട് ആവട്ടെ, ഇതിപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റ് പഠിക്കണം എന്നറിയില്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ആ, പക്ഷെ അത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു. ഉം, ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ പോയില്ലായിരുന്നു. ഉം, പിന്നെ ഇന്റർവ്യൂ സെലക്ട് ആയി കഴിഞ്ഞ് സാർ പറഞ്ഞ പോലെ സമയം കുറവായിരുന്നു. അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതെ ഇതെല്ലാം നമുക്കൊന്ന് കവറപ്പ് ചെയ്ത് പോയാലല്ലേ നമുക്ക് ഒരു അവർ എവിടുന്ന് ചോദിക്കും എന്നുള്ള, ഏത് രീതിയിൽ ചോദിക്കും എന്ന് അറിയില്ല. അതെ. പക്ഷേ ആ ഒരു ടൈം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 12 ദിവസം എങ്ങാണ്ട് ടൈം ഉണ്ടായിരുന്നു. ഇത്രയും ആ കിട്ടി. ഒരു ടൈം പീരീഡില് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ എനിക്ക് മോക്ക് ടെസ്റ്റ്, അതെനിക്ക് എടുത്തു പറയണം. കാര്യം ഉം, മോക്ക് ടെസ്റ്റ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നായിരുന്നു. കാര്യം ഉം. ഏഹ്, ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ ഫസ്റ്റ് അതെ, ഇന്റർവ്യൂ പോലെ. ആദ്യമായിട്ട് ഫേസ് സാറിനെ ടു നേരിട്ട് ഫേസ്. കണ്ട് അതെ. ഫേസ് ടു ഫേസ്, അതുപോലെ ഓരോ കാര്യങ്ങളാണെങ്കിലും എന്തൊക്കെ ആഡ് ചെയ്യണം ഉം. നമ്മൾ പറയുമ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ. നല്ലൊരു, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിപ്പോ ഇത് വേറൊരാളോട് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ചേട്ടായിയുടെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് എന്നോട് സംസാരിച്ചപ്പോഴും ഞാനിത് പറയുമ്പോഴും ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ അത്ര കോൺഫിഡന്റ് ആണ്. എനിക്ക് നല്ല ബെനിഫിറ്റ് ആയിരുന്നു. അതെ. നമ്മൾ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പോയി ആ ഒരു ചാൻസ് കളയാ. ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഒരു ഇന്റർവ്യൂ സെലക്ട് ആയി കിട്ടുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. ഈ അപ്പൊ കാര്യം. ആ ഒരു ചാൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് പോകാതിരിക്കാൻ നോക്കുന്നത് നല്ലതാ. ഓക്കെ. അതെ, വെരി ഗുഡ്. കാര്യം ഒന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാര്യം ബെൽസി പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ആ ഇന്റർവ്യൂവിന്റെ മോക്ക് സെഷൻ നടത്തുമ്പോൾ കാര്യം നമുക്ക് വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കുറെ ഐഡിയാസ് കിട്ടും അല്ലേ? പക്ഷെ നമ്മള് അതെ അതെ ഒന്ന് സ്പീക്ക് ചെയ്യുമ്പോഴോ ഒന്ന് പ്രസന്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എക്സാക്ട്ലി കിട്ടുമ്പോഴോ ആ ഒരു പ്രഷറും സ്ട്രെസ്സും വരുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമ്മൾ ടൈം തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. അതെ ആദ്യത്തെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കുറച്ച് ടെൻഷൻ ആയിരുന്നു. പിന്നെ ഓരോന്നിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞു. പിന്നെ കുറച്ചും കൂടെ കോൺഫിഡൻസ് കയറി തുടങ്ങി, അതെ സംസാരിക്കാനായിട്ട് പറ്റി. അതെ അപ്പൊ അത് ബെൽസിക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ വീഡിയോസിലാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താണെങ്കിലും പിന്നീട് അവര് ഓരോന്ന് ഇപ്പൊ ഞാൻ തന്നെ ബെൽസിയുടെ പറയുന്ന പോയിന്റ്സ് ഞാൻ എഴുതി ലൈക്ക് ടൈപ്പ് ചെയ്ത് ഇടുന്നുണ്ടായിരുന്നു. അത് പറയുന്നുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ അതെ ഫീഡ്ബാക്കും ഏകദേശം സിമിലർ ആയിട്ട് ബെൽസിക്ക് തോന്നിയായിരുന്നു ഇന്റർവ്യൂവിന് ഫേസ് ടു ഫേസ് വന്നപ്പോഴും? അതെ തോന്നിയായിരുന്നു. കാര്യം ഇപ്പം എന്റെ ഇന്റർവ്യൂ പ്രത്യേകിച്ച് പറഞ്ഞാല് നമ്മളിപ്പോ ഓരോ കാര്യം സംസാരിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓരോ പോയിന്റ് നമ്മൾ ആ ഒരു പറയുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് പുറത്തേക്ക് വരില്ല. അതെ. പക്ഷെ അവര് അത് നമ്മളെ അങ്ങോട്ട് പറയിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതെ. അപ്പൊ അതുപോലെ തന്നെ സാർ പറഞ്ഞ പോലെ ഞാൻ വിട്ടുപോയ പോയിന്റുകൾ എടുത്ത് സാർ എന്നോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതെന്റെ മൈൻഡിലുണ്ട്. അപ്പൊ ഉണ്ട്. അതൊക്കെ എനിക്ക് ഒന്നും കൂടി ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കാനും ആയിട്ട് ഒക്കെ പറ്റി. പറ്റിയ. പിന്നെ കീവേഡ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓരോ എസ്കലേഷന്റെ കാര്യങ്ങളും ഡെലിഗേഷനും കോൺഫിഡൻഷ്യാലിറ്റിയും സേഫ് ഗാർഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്ന സമയത്ത് ബെൽസിക്ക് ധൈര്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റിയായിരുന്നോ? അതെ അതെ പറ്റിയായിരുന്നു. കാര്യം നമ്മള് ഡാറ്റിക്സ് ഒക്കെ എടുത്ത് ആ, പറയുമ്പം അവർക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷം. ഹാപ്പിയാണ്. നമ്മൾ അങ്ങനെ ഡാറ്റിക്സ്, പിന്നെ അതുപോലെ ഡ്യൂട്ടി ഓഫ് കാൻഡർ, ആ, ഇങ്ങനത്തെ കാര്യങ്ങൾ വേർഡ്സ് ഒക്കെ എടുത്ത് പറയുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അതെ. ലാസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു വി വിൽ മീറ്റ് യു സൂൺ എന്നൊക്കെ പറഞ്ഞ എന്നെ വിട്ടത്. അപ്പൊ തന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതെ. കാര്യം നമുക്കിപ്പം ഒരുപാട് സ്പെഷ്യാലിറ്റിയിലുള്ള കുട്ടികൾ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ വരുമ്പോൾ ഇപ്പം എന്താ ബെൽസിക്ക് ഡയാലിസിസ് വന്നു, ബാക്കി വന്നു, ഓരോ സ്പെഷ്യാലിറ്റിയുടെ മെറ്റീരിയൽസ് നമ്മൾ അയച്ചു കൊടുക്കും പിള്ളേർക്ക്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അയച്ചു കൊടുക്കും. പക്ഷേ സ്റ്റിൽ ഞാൻ അവരടുത്ത് പറയുന്ന കാര്യം, ആ 5 മണിക്കൂറിന്റെ വീഡിയോ ഒന്ന് കണ്ടു കഴിയുമ്പോഴേ ഒരു 90% അബോവ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ സിമിലർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം അതിനകത്തുള്ളത് പോലെ വരുള്ളൂ എന്തായാലും. കാര്യം ഓരോ അതെ അതെ സ്പെഷ്യാലിറ്റി ഇപ്പൊ ബെൽസിക്ക് തന്നെ അനുഭവം ഉണ്ട്. ഡയാലിസിസിന് വേണ്ടി പോയിട്ട് ആകെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ മാത്രമേ ഡയാലിസിസിൽ നിന്ന് വന്നിട്ടുള്ളൂ അല്ലേ? കാര്യം നമ്മൾ ആ മെറ്റീരിയൽസ് അതെ അയച്ചിട്ട് ഡയാലിസിസിന്റെ എല്ലാ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. സ്റ്റിൽ ഞാൻ ബെൽസി എടുത്ത് പറഞ്ഞു, ഇത് മാത്രമായിരിക്കില്ല വരുന്നത്, മെയിൻ ആയിട്ട് ബാക്കിയുള്ള ഏരിയാസ് ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യം. പിന്നെ അവര് എത്ര അതെ പേരുണ്ടായിരുന്നു, പാനൽ എത്ര പേരുണ്ടായിരുന്നു? അവര് ബെൽസി പറയുമ്പോൾ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ? പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 2 പേരുണ്ടായിരുന്നു. ആ, ആദ്യം
ഒരു 4 ക്വസ്റ്റ്യൻ മാനേജറും പിന്നെ 4 ക്വസ്റ്റ്യൻ ഇൻചാർജും അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്നായിരുന്നു ചോദിച്ചിരുന്നത്. ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പം ഉള്ള ഒരുപാട് പേർക്ക് ഇപ്പൊ ബെൽസിയുടെ തന്നെ കൂടുതൽ ബെൽസിയർ ഇപ്പൊ ഇവിടെ യു കെയിൽ ഉള്ളതുകൊണ്ട് തന്നെ പരിചയത്തിലുള്ള ഒരുപാട് പേര് കാണുമായിരിക്കും. ഇപ്പൊ വീഡിയോ തന്നെ കാണുന്ന ഒരുപാട് പേരും നമ്മുടെ യു കെയിൽ സീനിയർ കെയറായിട്ടോ SIF പാത്വേയിലുള്ളവരോ അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് ഇവിടെ ഓസ്കി എഴുതാനായിട്ട് വരുന്ന കുട്ടികളോ പിൻ നമ്പർ കിട്ടിയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പിൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. ആർക്കും നെക്സ്റ്റ് ജോബ് ആപ്ലിക്കേഷൻ സെലക്ടഡ് ആവുന്ന കാര്യങ്ങളോ ഇന്റർവ്യൂലോട്ടോ പോകുന്നതോ ഒക്കെ തന്നെ വളരെ റയർ ആയിട്ടാണ്. ബിക്കോസ് ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അവർക്ക് ബെൽസി ഇപ്പൊ റീസെന്റ് ആയിട്ട് ജോബിന് കയറിയ ഒരാളായതുകൊണ്ട് ബെൽസിക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് മെയിൻ ആയിട്ട്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ട്രാക്കില് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കിട്ടിയില്ല പിന്നെ വെയിറ്റ് ചെയ്യരുത് ഒരു ആപ്ലിക്കേഷൻ ഇട്ടിട്ട് അതിന്റെ കാര്യം ഇവിടെ സമയം എടുക്കും. ഏകദേശം ഒരു 1 മന്ത് മേ ബി എടുക്കുന്നുണ്ട് നമുക്ക് അതിന്റെ ഒരു റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നോക്കാതെ പിന്നെ കിട്ടുന്ന ഏത് ഭാഗത്തേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ എല്ലാം വേക്കൻസികൾ വരുന്നതെല്ലാം അപ്ലൈ ചെയ്ത് ഇടുക. നമുക്കറിയില്ല അത് എവിടെ കിട്ടുമെന്നുള്ള കാര്യം. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഗൈനക്കിൽ മാത്രം എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പൊ നമ്മൾ ഗൈനക്ക് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് കാര്യമില്ല. നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞ 40 ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തു. അപ്പൊ എന്നോട് എന്റെ കസിൻ തന്നെ പറഞ്ഞു ഞാൻ തന്നെയായിരുന്നു ചിലപ്പോ പിന്തിരിഞ്ഞേനത്. പക്ഷെ എനിക്കിത് അത്യാവശ്യമായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്തോണ്ടിരുന്നു. പിന്നെ ഞാൻ ഒരു ഏജൻസിനെ കോണ്ടാക്ട് ചെയ്ത് ലാസ്റ്റ് കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഒരു ഏജൻസിയിൽ ചോദിച്ചപ്പം അവര് ഇവിടുന്ന് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇവിടെ വിട്ടു പോകാനും പറ്റില്ല. അപ്പം ഞാന് പിന്നെ അപ്ലൈ ചെയ്തോണ്ടിരുന്നു. കിട്ടി. അതിന് 3 സെലക്ട് ആയി കിട്ടി. അതും ഫസ്റ്റ് ഇന്റർവ്യൂ വന്നപ്പോ തന്നെ ഭയങ്കര ഹാപ്പിയാ. കാര്യം നമുക്ക് ഒരെണ്ണം സെലക്ട് ആയി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ലാസ്റ്റ് മൺഡേ ജോയിൻ ചെയ്തു. പക്ഷെ ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. മാനേജർ ഉണ്ടായിരുന്നില്ല. പിന്നെ ചൊവ്വാഴ്ച തൊട്ട് ഇ ലേണിംഗ് പിന്നെ MFTയുടെ മെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ കുറച്ച് കാര്യങ്ങള് പിന്നെ ഇ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ വീക്ക് ഫുള്ള് ഇ ലേണിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വീക്ക് റീനൽ ആയിരുന്നു കിട്ടിയത്. അപ്പൊ റീനലിന്റെ എല്ലാ യൂണിറ്റിലേക്കും സ്പോക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തും പോയൊന്ന് ഓറിയന്റേഷനും കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ട് കറങ്ങി വരാനുള്ള പരിപാടികളാണ് എന്തായാലും അല്ലേ? ഓക്കെ. എന്തായാലും സന്തോഷം. എനിക്കൊന്ന് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊന്ന് റെഡിയാക്കാൻ. ബെൽസിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? ലൈക്ക് ബെൽസി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ അതോ എന്തായിരുന്നു സംഭവം? കേറുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ ഡിപെൻഡന്റ് വിസയിലാണ് ഇവിടെ വന്നേ. അപ്പൊ നാട്ടിൽ നിന്ന് വീട്ടിൽ എഴുതി അയർലൻഡ് ആയിരുന്നു. അപ്പൊ ഹസ്ബൻഡിന് ഇവിടെ ജോലി ആയതുകൊണ്ട് ഞാൻ പിന്നെ ഡിപെൻഡന്റ് വിസയില് വന്നു. എന്നിട്ട് കേരളമായിട്ട് കയറാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷെ ഡ്യൂട്ടി ടൈമിംഗ് കാരണം അതിന് കയറാൻ പറ്റിയില്ല. പിന്നെ ഒരു രക്ഷയില്ല എന്നാ OIT തന്നെ ഒന്നും കൂടെ അപ്പൊ ഇവിടുന്ന് എഴുതിയപ്പോ OIT കിട്ടി. ഫുൾ B ആയിരുന്നു. പിന്നെ CBT MNCയിൽ പഠിച്ചു. OSC കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഒരു 6 മന്ത് കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു തരത്തിൽ എനിക്കൊന്നും ആ സമയത്ത് ഡിപെൻഡന്റ് വിസയിൽ നിന്നും ആ ജോബിന് കയറുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനും പറ്റി ബെൽസിക്ക് എന്തായാലും അല്ലെ? എനിക്കൊന്ന് ഞാൻ അതുകൊണ്ടാണ് പാത്ത് വേ ചോദിച്ചത്. കാര്യം ഒരുപാട് പേര് ഡിഫറെന്റ് പാത്ത് വേയിൽ കൂടെ ഇപ്പൊ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ SIF പാത്ത് വേ ഉണ്ട്. ഇപ്പൊ റെസിഡൻഷ്യൽ വർക്ക് ചെയ്യുന്നവർക്ക് അതിന്റെ ഓപ്ഷൻ ഇല്ല, OITയുടെ ഉള്ളൂ. അപ്പൊ ബെൽസി ഇപ്പം എക്സാക്ട്ലി ഡിപെൻഡന്റ് വിസയിൽ വന്നു. എന്നിട്ട് OIT എടുത്തു, CBT കംപ്ലീറ്റ് ആക്കി, OSCE എടുത്തു, ദെൻ ഇന്റർവ്യൂവിന്റെ കാര്യത്തിലോട്ട് വന്നു എന്തായാലും അല്ലെ? എന്തായാലും അത് പ്രോപ്പർ ഒരു രീതിയിലോട്ടാണല്ലോ പോയത് ബെൽസി മൊത്തത്തിൽ. എന്തായാലും അത് ബെൽസിന് എത്രത്തോളം ഹെൽപ്ഫുൾ ചെയ്തു? ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് അവര് ലാംഗ്വേജ് അവർക്ക് OITയുടെ എക്സാംസോ കാര്യങ്ങളോ എഴുതാത്ത കുട്ടികൾ ചിലപ്പോൾ അവര് OSCEയുടെ പോകുന്ന സമയത്ത് ഇന്റർവ്യൂവിന്റെ സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ട് ലാംഗ്വേജിനകത്ത്. ഓക്കെ. അപ്പൊ ബെൽസി ഇപ്പൊ OIT കൂടെ പോയതുകൊണ്ട് ഹെൽപ്ഫുൾ ആയിരുന്നോ കാര്യങ്ങളൊക്കെ? ആക്ച്വലി OIT കംപ്ലീറ്റ് ചെയ്തപ്പം എന്റെ ഫസ്റ്റ് ഞാൻ OITക്ക് മുമ്പ് ഉണ്ടായിരുന്ന എന്റെ ഒരു ലാംഗ്വേജും എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഒരു പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ആ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെന്റ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. നമുക്കിപ്പോ എക്സാമിന് പോയാൽ അവരോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ്, നമുക്ക് സംസാരിക്കാനുള്ള എബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പം വർക്ക് ചെയ്യാൻ കയറിയപ്പോഴാണെങ്കിലും ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞില്ല, എനിക്ക് ആദ്യം ഞാനൊരു കെയർ ഹോമിൽ കയറാൻ നോക്കിയിരുന്നു. അപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ ആ ഇൻഡക്ഷന് പോകുമ്പോൾ എനിക്ക് നല്ല പേടിയാണ്. കാര്യം ബിഫോർ OIT എനിക്ക് അവര് പറയുന്നത് മനസ്സിലാവും. പിന്നെ ഇവരുടെ ആക്സന്റ് നമ്മൾ OIT പഠിച്ചാലും നമുക്കതൊന്ന് ആയി കിട്ടണം. പക്ഷെ എന്നാലും എനിക്കൊരു ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ എനിക്കൊന്ന് UK തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്കൊരു അങ്ങനെ സംസാരിക്കാനുള്ള പേടിയോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് കോൺഫിഡന്റ് ആണ് സംസാരിക്കാൻ. അതെന്നെ ഇന്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്തു. കാര്യം നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. എന്നോട് അവര് ഇന്റർവ്യൂ ഫീഡ്ബാക്ക് തന്നപ്പോഴും പറഞ്ഞു നീ നന്നായിട്ട് പെർഫോം ചെയ്തു, നന്നായിട്ട് സംസാരിച്ചു. എനിക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് സംസാരിച്ചു എന്നുള്ളത്.
എനിക്ക് ഇവൻ തോന്നുന്നു നമ്മള് മോക്ക് സെഷൻ നടത്തുന്ന സമയത്താണെങ്കിൽ ബെൽസി നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. നാളെ പറഞ്ഞായിരുന്നു. അതെ, അപ്പൊ എന്തായാലും ലൈക്ക് ആ ഒരു നമ്മുടെ ആ ട്രാക്ക് ജോബിന്റെ ആപ്ലിക്കേഷൻ വീഡിയോ ഉണ്ടല്ലോ, ഒരു കംപ്ലീറ്റ് 1 hour. ബെൽസി അത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ബെൽസിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ? മെറ്റീരിയൽസ് നമ്മൾ സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അയച്ചത് ബെൽസിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ? ആക്ച്വലി ഞാന് എന്റെ ഓസ്കി കഴിഞ്ഞപ്പോ തന്നെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ. ആ അപ്പം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ആ ആ വീഡിയോ കണ്ടപ്പം കുറെ കാര്യങ്ങൾ ചേഞ്ചസ് വരുത്തേണ്ടതുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അത് കിട്ടിയത് വീഡിയോയിൽ നിന്നാണ്. ഉം, പിന്നെ സപ്പോർട്ടീവ് ഇൻഫർമേഷന്റെ കാര്യം പറഞ്ഞാൽ നമ്മളിപ്പം CBT പാസ് ആയി കഴിയുമ്പോൾ നമ്മളെ ഓൾറെഡി ഇന്റർവ്യൂ ഗ്രൂപ്പിലേക്ക് വിടുമ്പോൾ നമുക്ക് സപ്പോർട്ടീവ് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ആപ്ലിക്കേഷൻ അസിസ്റ്റൻസ് എടുത്തത് കൊണ്ട് സാർ എനിക്ക് തോന്നുന്നു 2 ആപ്ലിക്കേഷൻ സാർ എന്റെ റിവ്യൂ ചെയ്തിരുന്നു. അതിൽ അതെ. ചേഞ്ച് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ, ആഡ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അതൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാര്യം അതെല്ലാം കഴിഞ്ഞ് ആണ് എനിക്കിത് സെലക്ട് ആയത്. പിന്നെ ബെൽസിക്ക് ഇപ്പൊ ഈവൻ ആ രണ്ട് ആപ്പ് ഞാൻ ഇപ്പൊ എല്ലായിടത്തും പറയുന്നതാണ്, നമുക്കൊരു 2 ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു കാൻഡിഡേറ്റിന് ഞാൻ മുഴുവൻ ഇരുന്ന് റിവ്യൂ ചെയ്ത് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് A to Z അവരുടെ ആദ്യത്തെ പേര് തൊട്ട് തുടങ്ങി അഡ്രസ് തൊട്ട് തുടങ്ങി അവസാനത്തെ നമ്മളെ റഫറൻസ് വരെയുള്ള കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞു തരും. ഇല്ല, അതിനകത്തുള്ള മുഴുവൻ കാര്യം എവിടെ വേണമെങ്കിലും തെറ്റ് വരാം നമുക്ക്. ഓക്കെ, എല്ലാം ഈവൻ നമ്മുടെ ആ സപ്പോർട്ട് 1 RNA നമ്മൾ സെലക്ട്, സപ്പോർട്ട് 1 അല്ല, നമ്മുടെ അഡൾട്ട് RNA ലൈക്ക് എന്താ അത് സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ വിസ കാറ്റഗറി നമ്മൾ കൊടുക്കുന്നതാണെങ്കിലും അതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആപ്ലിക്കേഷൻ ചിലപ്പോൾ റിജക്റ്റഡ് ആവും. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഹെഡിങ് വൈസ് കൊടുക്കുക, കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2 ആപ്ലിക്കേഷന്റെ റിവ്യൂ കിട്ടിയത് തന്നെ ബെൽസിക്ക് ഇനഫ് ആയിരുന്നില്ലേ, ഏകദേശം ഒരു ഐഡിയ കിട്ടാനായിട്ടും കൊടുക്കാനൊക്കെ അതെ, ആയിട്ട്. അത് പിന്നീട് നമ്മൾ എക്സ്പെർട്ട് ആയല്ലോ, നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, എക്സാക്ട്ലി. കാര്യം ഇതാണ് മെയിൻ ആയിട്ട് എല്ലായിടത്തും ഞാനും പറയുന്ന ഒരു കാര്യം. കാര്യം ആപ്ലിക്കേഷൻ 1 or 2 കൊടുത്ത് നമ്മൾ എത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ സെലക്ടഡ് ആവണമെന്ന് ചാൻസ് ഇല്ല. കാര്യം അതിന് ഡിസൈറബിളും എസെൻഷ്യലും ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന NHS എക്സ്പീരിയൻസ് ഉള്ള ഇവിടുത്തെ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ജോബിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ബെൽസി പറഞ്ഞല്ലോ 40 ആപ്ലിക്കേഷൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ കുറവാണ്. ബെൽസി ലക്കിയാണെന്ന് വേണം പറയാനായിട്ട്. ഒരുപാട് പേര് 100ഉം 200ഉം 300ഉം 400ഉം അതിനപ്പുറം ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുള്ളവരെ അറിയാം. പക്ഷെ ഇപ്പം ബെൽസി പറഞ്ഞ മെയിൻ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മടുക്കാതെ അല്ലെ വീണ്ടും അതെ, ആപ്ലിക്കേഷൻ കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സും കാര്യങ്ങളാണ്. കാര്യം പല ആപ്ലിക്കേഷനിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യം, ഇപ്പൊ റീഹാബിലിറ്റേഷന്റെ ഇന്റർവ്യൂവിന് കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവര് പഴയ അവരുടെ ന്യൂറോടെ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ പോലും ചേഞ്ച് ചെയ്യത്തില്ല. അപ്പൊ അതില് ബെൽസിക്ക് മെയിൻ ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്താണ്, ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്ത് പറഞ്ഞു തന്നു. അപ്പൊ ബെൽസിക്ക് ഒരു ഐഡിയ കിട്ടിയായിരുന്നു എക്സാക്ട്ലി സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം. ഞാൻ സാറിനോട് ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സാറിനോട് നമ്മൾ മാക്സിമം നമ്മളെ സെല്ല് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് ഇപ്പോഴും സ്ട്രൈക്ക് ചെയ്ത് കിടക്കാം. ആ, പക്ഷെ നമ്മുടെ നാട്ടില് ആ ഒരു പരിപാടി ഇല്ലല്ലോ, നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തി പറയുന്നത്. പക്ഷെ അതെ, ഇവിടെ അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ എന്തൊക്കെ എബിലിറ്റി ആണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, നമ്മളെ എന്തൊക്കെ എബിലിറ്റീസ് നമുക്ക് ഉണ്ട്, ഇതൊക്കെ പറഞ്ഞ് അതെ, അവരെ അവർക്ക് നമ്മളെ അറിയില്ല, അറിയാം. നമ്മളിപ്പം സെല്ല് ചെയ്യണം നമ്മളെ തന്നെ, അങ്ങനെ എക്സാക്ട്. തന്നെ പറയാം. അതെ, അപ്പൊ കാര്യം അതൊക്കെ എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നിയ കാര്യമായിരുന്നു. കാര്യം എനിക്ക് കാര്യം ഈ ഒരു ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു കെയർ അസിസ്റ്റന്റ് ആയിട്ട് ഫസ്റ്റ് വന്ന സമയത്ത്. അന്ന് ആഹാ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ആർക്കും അറിയൂല ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ആ, എന്റെ ഒരു ഐഡിയയിലായിരുന്നു ഞാൻ ചെയ്തത്. അപ്പൊ ഞാന് കുറച്ച് 1-2 പോയിന്റുകൾ, ബുള്ളറ്റ് പോയിന്റുകളൊക്കെ ഇട്ട് ഇന്നത് എനിക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു ഇട്ടത്. ആ, പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് ഡിഫറെന്റ് ആണ്. ചെയ്തു. കാര്യം ബെൽസി പറഞ്ഞ അതെ, പോലെ തന്നെ, കാര്യം നമ്മള് പിള്ളേരടുത്ത് ഇപ്പൊ ഞാൻ അവര് ആപ്ലിക്കേഷൻ അസിസ്റ്റൻസ് എടുക്കുമ്പോൾ ഞാൻ അവരടുത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഒരു അപ്ഡേറ്റഡ് CVയോ അല്ലെങ്കിൽ നിങ്ങൾ റീസെന്റ് ആയിട്ട് ട്രാക്കിൽ കൊടുത്തൊരു ആപ്ലിക്കേഷൻ അയച്ചു തരാനായിട്ട് പറയും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ 99% ആൾക്കാരുടെയും നമ്മൾ റിവ്യൂ ചെയ്ത ആൾക്കാരെ കാണുമ്പോൾ അവർ കൊടുക്കുന്നത് അവർ ചെയ്തിട്ടുള്ള പ്രൊസീജിയർ, നമ്മുടെ പണ്ടത്തെ ഒരു CV ഉണ്ടല്ലോ, ചെയ്തിട്ടുള്ള പ്രൊസീജിയർ, അതെ, ഞാൻ IV കൊടുത്തിട്ടുണ്ട്, കാനിൽ ഇട്ടിട്ടുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ. മെഡിക്കൽ. ഞാൻ കുറെ സർജറി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കുറെ ഇൻസ്ട്രുമെന്റ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് അവരുടെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് NHS വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ഐ ലവ് ടു വർക്ക് ഇൻ NHS, കഴിഞ്ഞു സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇതല്ല എന്നുള്ള കാര്യം, ആ ട്രെയിനിങ് ആൻഡ് ക്വാളിഫിക്കേഷൻ സ്കിൽസ് അല്ലെ, നമ്മുടെ NHS ആ വാല്യൂസ് നമ്മൾ മീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അത് ഇപ്പൊ പറഞ്ഞില്ല സെല്ല് ഒക്കെ എടുത്ത് പറയുന്നതല്ല. അതെ, അതെ, നമ്മൾ എത്രത്തോളം പിന്നെ എക്സാമ്പിൾസ് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം എന്തായാലും ഇപ്പൊ ബെൽസിക്ക് അത് അത്രയും ഹാർഡ് വർക്ക് ചെയ്തു. ഒന്ന് കൺസിസ്റ്റൻസിയാണ്. ഇപ്പൊ ബെൽസി അത് വിട്ടുകൊടുത്തില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ആപ്ലിക്കേഷൻസ് കൊടുത്തോണ്ടിരുന്നു, ഹാർഡ് വർക്ക് ചെയ്തു നന്നായിട്ട്. ഇല്ല, ഇപ്പൊ എനിക്ക് ഗൈഡ് ചെയ്യാനേ പറ്റുള്ളൂ, പറഞ്ഞു തരാനേ പറ്റുള്ളൂ മാക്സിമം. ബാക്കി ആ ഒരു റെസിലിയൻസ് എന്ന് പറയും നമ്മൾ അല്ലെ, നമ്മൾ ആ ഒരു അത്രയും നമ്മുടെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾക്ക് നമ്മളെ ഉള്ളൂ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും. അപ്പം അതും പ്ലസ് നമ്മുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയപ്പോൾ ബെൽസിക്ക് എന്തായാലും
ഒരുപാട് സന്തോഷം. കാര്യം വലിയൊരു മൂമെന്റ് ആണ്. കാര്യം ബെൽസി നാട്ടിൽ വർക്ക് ചെയ്തു, ഇവിടെ വന്ന് ബാൻഡ് 5 ആവുക അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ട് കയറുക എന്ന് പറയുന്ന ഒരു കാര്യം ബെൽസിക്കും ഫാമിലിക്കും എത്രത്തോളം സന്തോഷമായി ഈ കാര്യങ്ങളിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോ? സാർ ആക്ച്വലി ഇതിനകത്തൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാന് വന്നത് എനിക്ക് ആഗ്രഹം NHS കിട്ടണമെന്നായിരുന്നു. ആ, അപ്പൊ ഇവിടെ ഇത്രയും ആൾക്കാര് എന്റെ കൂടെ ഓസ്കിക്ക് പഠിച്ചിറങ്ങിയവർ തന്നെ ഒത്തിരി പേര് ഇപ്പോഴും അപ്ലൈ അതെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതെ അതെ. എനിക്ക് ഓൾറെഡി ഗ്യാപ്പ് ഉണ്ട്, ഒരു അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ ഗ്യാപ്പ് വെച്ച് NHS അപ്ലൈ ചെയ്താൽ കിട്ടില്ല എന്ന് എന്നോട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എല്ലാരും പറഞ്ഞു. പറയുന്നുണ്ട്. അപ്പൊ ഉം, എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഉം, പക്ഷേ ഇവിടെ ഇപ്പൊ എത്തി. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിനെല്ലാം പോയി. ഉം. നമുക്ക് യൂണിഫോം കിട്ടിയത് എനിക്ക് കുറച്ച് ലേറ്റ് ആയി ആ, കിട്ടാൻ വേണ്ടിട്ട്. ആ. അപ്പൊ ആ യൂണിഫോം ഒക്കെ ഇട്ട് നമ്മൾ നിൽക്കുമ്പോ നമുക്ക് ഒരു എന്താ പറയാ ഒരു ഒരു proud feel സന്തോഷം. ആണ്. അതെ, ആ, അതെ. സത്യം. അതൊരു വലിയൊരു കാര്യമായിരുന്നു. അതെ, ഉറപ്പായിട്ടും. കാര്യം നമ്മളൊരു വലിയൊരു ഡ്രീം കം ട്രൂ മൂവ്മെന്റ് ആണല്ലോ ആ സംഭവം എന്ന് പറയുന്നത്, അല്ലെ? എന്തായാലും അതിലോട്ട് എത്തും. ഇപ്പം എന്നെ പേഴ്സണലി ഡ്രൈവ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പൊ എല്ലാവരും ചോദിക്കും, സാർ ഈ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം എങ്ങനെയാണ് ഈ സംഭവങ്ങളെല്ലാം ക്യാരി ഔട്ട് ചെയ്ത് പോകുന്നത്, ഇത്രയും സെഷൻസ് എടുക്കുന്നത്, യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്, ക്ലാസ് എടുക്കുന്നത്. അപ്പം ലൈക്ക് ഈ ഒരു പോസിറ്റീവ് നമ്മുടെ ഒരു ഡോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ലൈക്ക് എന്താ സക്സസ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ. ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് ഇടുമ്പോഴും വീഡിയോ ഇടുമ്പോഴും നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷൻ. അപ്പം ഈ ഒരു വീഡിയോ ബെൽസിയുടെ കാണുമ്പോൾ എത്ര പേര് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവുമെന്നറിയോ? എത്ര അമ്മമാര് സത്യം പറഞ്ഞാൽ. അപ്പൊ അമ്മമാരാണ് സത്യം പറഞ്ഞാൽ അവരുടെ മക്കൾക്ക് അയച്ചു കൊടുക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു നോക്ക്, കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് അമ്മമാര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ലൈക്ക് അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഓക്കെ, നമുക്ക് ഒരാളുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഇമ്പാക്ട് ഇപ്പം ബെൽസി ഊഹിക്കുന്നതിന് അപ്പുറമായിരിക്കും ഒരുപാട് പേരിൽ ബെൽസിയുടെ ഈ വാക്കുകൾ എത്തും. മനസ്സിലായോ? അതെ. ഒരുപാട് പേര് ബെൽസിനെ കോൺടാക്ട് ചെയ്യും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന അറിവുകൾ ബെൽസിക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ബെൽസി തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, ബെൽസിക്ക് പറ്റുന്ന ആൾക്കാരൊക്കെ ബെൽസി ഇപ്പൊ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന്. അതാ സാർ ഇത് പറഞ്ഞപ്പം എനിക്ക് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ തോന്നിയ ഒരു കാര്യം, ഇങ്ങനെ എന്റെ ഫ്രണ്ട് വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂ കിട്ടി. ആ, അപ്പൊ അവർക്കത് കിട്ടിയെന്ന് പറയുമ്പം എനിക്ക് കിട്ടിയ ഒരു ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നമ്മള് ഒന്ന് പറഞ്ഞു അവർക്കും. അതെ, കാര്യം നമുക്കറിയാം ഇപ്പൊ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതിന്റെ ഒരു സ്ട്രഗിൾ എന്താണെന്ന്. ഒരു സത്യം. ജോലി കിട്ടി. അതെ. അപ്പൊ അത് എനിക്ക് അത്ര ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ സാറിനാരും പിന്നെ പറയണ്ടല്ലോ. ഉറപ്പായിട്ടും സത്യം. കാര്യം അതുകൊണ്ടാണ് എനിക്കും എല്ലായിടത്തും പറയാനുള്ളത്, ഒരു മാറ്റർ ഓഫ് ടൈം ആണ് ഇതൊക്കെ, അല്ലെ? അല്ലാതെ ലൈക്ക് ഒരിക്കലും നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യില്ല. ഉള്ള ഒരു പ്രോബ്ലം വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മൾ ആപ്ലിക്കേഷൻസ് കൊടുത്തോണ്ടിരിക്കുക. കാര്യം അതിന് ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പം നമ്മൾ പറയും സപ്പോർട്ടിങ് ഇൻഫർമേഷൻ നമ്മൾ എത്ര ബെറ്റർ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ചിലപ്പോൾ ഒരു വാക്കൻസി ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു വാക്കൻസിയിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ഇവിടുത്തെ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉള്ളതും പാസ് ഔട്ട് ആയിട്ടുള്ള പിള്ളേരും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനിടയിലാണ് ഈ സീനിയർ കെയറേഴ്സ് ഇപ്പൊ നഴ്സിംഗ് ഗ്യാപ്പ് ഉള്ള ആൾക്കാർ വരുന്നത്. ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏറ്റവും താഴേക്ക് പോയി കിടക്കുക മൊത്തത്തില്. അതിൽ നിന്ന് നമ്മൾ ഷോർട്ട് ലിസ്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് കൊടുക്കാതിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻസ് കുറയണം. നമുക്ക് ഇതെല്ലാം ഒരു പ്രോബബിലിറ്റി കണക്കാണ് മെയിൻ ആയിട്ട്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സപ്പോർട്ടിങ് ഇൻഫർമേഷൻസ് നമുക്ക് ചുമ്മാ എന്തെങ്കിലും കൊടുക്കാനോ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ വെറുതെയെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാനോ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും എന്തായാലും, അല്ലെ? ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ടാണ്. ബെൽസി ഇപ്പൊ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിനാണ് പോയത്. ഇപ്പൊ ബെൽസി നോർമലി ഞാൻ പറയാറുണ്ട് ഡ്രസ്സപ്പ് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോർമൽ ആയിട്ട് പോകണം, നേരത്തെ എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബെൽസിക്ക് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രിപ്പറേഷൻ എന്തായിരുന്നു? ബെൽസി അതൊക്കെ തന്നെയാണോ ഫോളോ ചെയ്ത് കാര്യങ്ങളൊക്കെ പോയത്? പിന്നെ ഡ്രസ്സിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഒരു ലൈറ്റ് കളർ ഡ്രസ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതെ പിന്നെ നന്നായിട്ട് നല്ലൊരു അപ്പിയറൻസ് കൊടുത്തു. അതെ. പിന്നെ നേരത്തെ പിന്നെ എത്തിയോ? നമ്മളടുത്ത് പാസ്പോർട്ട് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നമുക്ക് ഒരു ഡോക്യുമെന്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നേരത്തെ എത്തിയായിരുന്നോ ഇന്റർവ്യൂവിന്? ഞാനൊരു അരമണിക്കൂർ മുമ്പ് എത്തി. വെരി ഗുഡ്. അതെ, അപ്പൊ അത്രേ ഉള്ളൂ. നമ്മള് ഒരു കാര്യം അവർക്ക് കാണുമ്പോൾ തോന്നണം നമ്മൾ ഇന്റർവ്യൂവിന് പ്രിപ്പയർഡ് ആയിട്ട് വന്ന ഒരാളാണ്, അല്ലാതെ അതെ, ജസ്റ്റ് നമുക്കത് ആ ആവശ്യമുള്ള ആളാണെന്നുള്ളൊരു തോന്നൽ വേണം. കാര്യം ഞാൻ നേരത്തെ ചെന്നപ്പോ എന്നോട് അവര് എടുത്തു പറഞ്ഞു, ഓ നീ നേരത്തെ എത്തിയല്ലോ, ആ ഹാഫ് ആൻ അവർ നേരത്തെ ആണല്ലോ എന്നുള്ളത്. അതെ കാര്യം എനിക്ക് ഇവിടുന്ന് എത്തുമ്പോൾ മേ ബി രാവിലെ എന്താണെങ്കിലും അങ്ങോട്ട് കയറുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാര്യം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. എല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്ന സമയം 7:30 ആവുമ്പം ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. ഉം. അതുകൊണ്ട് ഞാൻ അതിന് മുമ്പേ ഒന്ന് കരുതി നേരത്തെ അവിടെ എത്താൻ ശ്രമിച്ചു. എത്താൻ ശ്രമിച്ചു എന്തായാലും. എനിവേ എന്തായാലും അവിടെ പോയപ്പോഴും ബെൽസിക്ക് ഇപ്പൊ അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ദിവസമാണ് നമ്മൾ മോക്ക് സെഷൻ അറ്റൻഡ് ചെയ്തത്. അപ്പൊ ബെൽസിക്ക് അത് അറ്റൻഡ് ചെയ്ത് പോയത് കൊണ്ട് ബെൽസിക്ക് ഒരു കുറെ സ്ട്രെസ് റിലീവ്ഡ് ആയിട്ടാണോ ബെൽസി ഇരുന്നത് ആ സമയത്തൊക്കെ? അത് അത് ബെനിഫിറ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാർ, കാര്യം ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ പോകണം അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ഫ്രീ ആയിരുന്നു.
ഫസ്റ്റ് ഓഫ് ഓൾ അന്ന് സാറിനോട് ചോദിച്ച ചോദ്യമൊക്കെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. ചെറിയ ആ പോയിന്റുകളൊക്കെയാണ് എനിക്ക് വിട്ടുപോയത്. അതെ അപ്പം ഇത് എനിക്ക് അറിയില്ലല്ലോ, ഞാൻ പഠിച്ചില്ലല്ലോ, ഞാൻ ഓക്കെ അല്ലല്ലോ എന്നുള്ള ഒരു ഫീൽ എനിക്ക് ആ മോക്ക് ടെസ്റ്റിൽ നിന്ന് കിട്ടിയായിരുന്നു. ചേർന്നു കാരണം ഞാൻ ഓക്കെ ആണ്, എനിക്ക് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതെ അപ്പൊ ഇതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ല. ഫസ്റ്റ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവർ ആദ്യം എന്നോട് ചോദിച്ചത് ഡയാലിസിസ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നുള്ളത്. ആ അപ്പൊ നമ്മളത് അതിനുള്ള ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ട് അപ്പൊ അതെ നമ്മളത് ഓക്കെയാണ്. ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു, അതും എനിക്കറിയാം. അങ്ങനെ ഉം. ടോട്ടൽ എങ്ങാണ്ട് ഇഷ്ടപ്പെട്ടു. 8 ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു. അതെല്ലാം എനിക്ക് പറയാൻ ഉള്ള പോയിന്റുകളൊക്കെ എന്റെ അടുത്തുണ്ട്. അപ്പം ഞാൻ ഹാപ്പി ആയിരുന്നു. അതെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ തന്നെയല്ലേ ബെൽസി എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല ക്വസ്റ്റ്യൻസ്. അതെ. ഓൾമോസ്റ്റ് എല്ലാം തന്നെ 90% അബോ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ ആയിരുന്നില്ലേ? അതായത് കുറെ പോയിന്റുകളും കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറയാം എന്നുള്ളൊരു ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ഓക്കെ എന്തായാലും ഇനിയിപ്പം ഇപ്പം അവിടെ കയറി NHS ജോബിന് കയറി പോയപ്പോ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? ബെൽസി നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇപ്പൊ കയറി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ബെൽസി എന്തായാലും. പക്ഷെ ഒരു അറ്റ്മോസ്ഫിയറും അവരുടെ ഒരു വെൽക്കമിങ്ങും കാര്യങ്ങളൊക്കെ ബെൽസിക്ക് എത്രത്തോളം ഒരു ഇതായിട്ട് തോന്നി? ഒരു കമ്പാരിസൺ ബെൽസി പറയുകയാണെങ്കിൽ. ആക്ച്വലി നമുക്കൊരു പേടി എനിക്ക് ഫീൽ ചെയ്തില്ല ചെന്നപ്പോ. ഇതിപ്പം ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ നമ്മൾ ചെല്ലുന്ന ഒരു കാര്യം, നമ്മളോട് പേര് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. ഉം. അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കും. അപ്പം ഗൈനക്ക് എക്സ്പീരിയൻസ് ആണോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, ഇനി അതൊരു പ്രശ്നമാണോ, അതെ മീൻസ് അവർക്കൊരു നെഗറ്റീവ് ഫീലിംഗ് വരുമെന്ന്. പക്ഷെ അപ്പൊ തന്നെ അവരെന്നോട് പറഞ്ഞു, ഉം. ഇവിടെ ഇഷ്ടം പോലെ പേരുണ്ട് ഡയാലിസിസ് എക്സ്പീരിയൻസ് ഇല്ലാത്തത്, ഗൈനക്കിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ട് ആ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നിനക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. എല്ലാരും ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്ത്, വേറൊരു രാജ്യം, വേറെ ആൾക്കാർ, ആ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു ചെല്ലുമ്പോൾ. പക്ഷെ ഉം. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഫ്രണ്ട്ലി ആണ് അതെ. അപ്പൊ ഇനി അതുപോലെ തന്നെ ഇപ്പൊ തന്നെ അവര് കാര്യം എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യം ഇപ്പൊ ബെൽസി പറഞ്ഞ പോലെ നമ്മുടെ കൺസേൺഡ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഏരിയ മാത്രം ഫോക്കസ് ചെയ്യരുത് എന്നുള്ള കാര്യമാണ്. അത് വലിയൊരു അഡ്വൈസ് ആണ് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത്. കാര്യം എവിടെ പോയാലും നമുക്കൊരു 7 to 8 വീക്സ് സൂപ്പർ ന്യൂമറി പീരീഡ് കിട്ടും. നിങ്ങൾ അവർ മാക്സിമം അവർ ട്രെയിൻ ചെയ്യും. ഇപ്പൊ ഞാൻ എൻഡോസ്കോപ്പിയിൽ നമുക്ക് എത്രയോ എൻഡോസ്കോപ്പി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ വരുന്നത്, സ്പെഷ്യാലിറ്റി ആയിട്ട് വരും. ഇപ്പൊ ഡയാലിസിസ് തന്നെ അത്രയും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. കാര്യം നിങ്ങൾക്ക് അവർ അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് തന്ന് നിങ്ങൾ കോമ്പീറ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും നമ്പേഴ്സിൽ ഓരോ പേഷ്യന്റിനെ അലോക്കേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ കോൺഫിഡന്റ് അല്ലാത്തടത്തോളം, കോമ്പീറ്റന്റ് അല്ലാത്തടത്തോളം നിങ്ങളെ ഷാഡോയിങ്ങിന് ഇടത്തേ ഉള്ളൂ എന്തായാലും. ഓക്കെ അതാണ് മെയിൻ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബെൽസി പറഞ്ഞ പോലെ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, പല പല ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള ആപ്ലിക്കേഷൻസും കൊടുക്കുക മെയിൻ ആയിട്ട്. പിന്നെ നമ്മുടെ ആ CBTയുടെ ബെൽസി ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു. CBTയുടെ ബെൽസിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പം വർക്കിന് കയറുന്ന സമയത്താണെങ്കിലും കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോ ലേണിംഗ് ആണ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇതിനകത്ത് CBTയുടെ കുറെ വ്യത്യാസം വന്നിട്ടുണ്ട്. കാര്യങ്ങൾ വരുന്നുണ്ട്. ആ ഇപ്പം ന്യൂസ് പിന്നെ ആ അതുപോലെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. ആ അപ്പം നമ്മൾ അത് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഓസ്കിയില് അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കണക്ട് കുറെ ചെയ്ത് വന്നിട്ടുണ്ട്. കാര്യങ്ങളുണ്ട്. ആ അപ്പൊ അത് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്കൊരു ഓക്കെ ഫീലിംഗ് ഉണ്ട്. ഉം. അല്ലെങ്കിൽ നമുക്ക് ഇതിന് പരിചയമില്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അതെ അത് ബെനിഫിറ്റ്. ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ ഇന്റർവ്യൂവിനാണെങ്കിലും ചില കാര്യങ്ങൾ ചോദിക്കുമ്പം നമ്മള് CBT പഠിച്ച കാര്യങ്ങള് ആ ചിലത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കാൻ കാര്യം വേറെ ഒന്നുമല്ല. കാര്യം ഇപ്പൊ ഒരുപാട് നമ്മുടെ ഗ്രൂപ്പ്സിൽ CBTയുടെ ഗ്രൂപ്പ്സിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ ആദ്യമേ ഇവര് കംപ്ലീറ്റ് ആയിട്ടുള്ള പാക്കേജിൽ എനിക്ക് വരും OET, CBT, OSCE, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, അങ്ങനെ മൊത്തം 0 to until ജോബ് കിട്ടുന്നവരുള്ള എല്ലാ സർവീസസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ CBT എടുക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ മെയിൻ ആയിട്ട് പറയണേ, ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നു എന്ന് ഓർത്ത് പഠിക്കുക, പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഗ്രൂപ്പ് ക്ലാസ് അതെ. കൊടുക്കാതെ 1 to 1 ഈ 12 ഡേയ്സിന്റെ ക്ലാസ്സസ് തരുന്നുണ്ട്. അപ്പം ആക്ച്വലി ഞാൻ റെക്കോർഡഡ് ക്ലാസ് ആയിരുന്നു എടുത്തിരുന്നത്. റെക്കോർഡ് എടുത്തു. ഓക്കെ അപ്പൊ എനിക്ക് അതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയതാണ് നമുക്കത് മനസ്സിലായില്ലേ ഒന്നും കൂടെ കേൾക്കാം. അല്ലെങ്കിൽ ആ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ട് നമുക്കത് കേട്ടോണ്ടിരിക്കാം. അതെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പോകാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കത് എഫക്റ്റീവ് ആയി തോന്നി. ഹെൽപ്ഫുൾ പിന്നെ ഞാൻ CBT ആക്ച്വലി വേറൊരിടത്ത് ജോയിൻ ചെയ്തായിരുന്നു. ആ പക്ഷെ എനിക്കതിന്റെ അത് ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ട് MNC കോണ്ടാക്ട് ചെയ്ത്. ഉം. പക്ഷെ നല്ല ക്ലാസ് ആയിരുന്നു. കാര്യം എനിക്ക് കുറെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നത്, ഉം. എനിക്ക് ആക്ച്വലി എക്സാമിന് വന്നപ്പം ഈ സാമ്പിൾ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കൂടുതലും. വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. കാര്യം എന്റെ കൂടെ എനിക്കറിയാവുന്ന വേറൊരു കുട്ടി ഇതുപോലെ ഒത്തിരി ഡിഫറെന്റ് ആയിട്ടാ വന്നത്. അപ്പൊ അത് ഉം. സ്ട്രഗിൾ ചെയ്തു ഉം. ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതെ കാര്യം CBT
ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി. കാര്യം ഒരുപാട് ഇപ്പം ഈ 12 ദിവസത്തെ റെക്കോർഡ് സെഷൻസ് നമ്മൾ കുറെ കുട്ടികളുണ്ട്, കുറെ പിള്ളേർ വരുമ്പോൾ അവർ ചിലപ്പം അവരുടെ എല്ലാവരുടെയും ഗ്രാസ്പിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഓരോരുത്തരും യുണീക്ക് ആണല്ലോ. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് പറയുന്ന മെയിൻ കാര്യം, നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ ഫൈൻ, റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് ഇനഫ് ആയിരിക്കും. അതല്ല, നിങ്ങൾക്ക് ഇത്രയും ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ട് എങ്കിൽ ഒരു 1-to-1 ഇനഫ് ആയിരിക്കും. ബെൽസിക്ക് പക്ഷേ ഓൾറെഡി ഒരു ക്ലാസ് കിട്ടിയോണ്ട് ബെൽസിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു അല്ലെ മൊത്തത്തിൽ നേരത്തെ ആക്ച്വലി ഞാൻ ആ ക്ലാസ് അധികം കൂടിയിട്ടില്ല. എടുത്തില്ല. ഇവിടെയാണ് കൂടുതലും എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റേ. പക്ഷെ Okay. എന്നെ സംബന്ധിച്ച് എനിക്ക് പിള്ളേരുള്ളതുകൊണ്ടും പിന്നെ ആ കറക്റ്റ് ടൈമിംഗ് കയറാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഞാൻ ആ റെക്കോർഡ് സെക്ഷൻ എടുത്തത്. പക്ഷെ എനിക്ക് ബെനിഫിറ്റ് ആയിരുന്നു. ബെൽസിക്ക് ഇപ്പൊ ആ റെക്കോർഡ് സെഷനിൽ എനിക്ക് തോന്നുന്നു ഹരിത മാമിന്റെ സെഷൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ റെക്കോർഡ് സെഷൻസിനകത്ത് മാം ഇപ്പൊ ഒരു കാൻഡിഡേറ്റിന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മെയിൻ ആയിട്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ബെൽസിക്ക് അത് കുറെ കണക്ട് ചെയ്ത് ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ കാണാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റി അല്ലെ, അത്യാവശ്യം നന്നായിട്ട്. ആക്ച്വലി ഇപ്പം അതിലൊരു മിസ്റ്റേക്ക് വന്ന് അതിനെ തിരുത്തുമ്പം അത് കേൾക്കുമ്പോ എനിക്ക് കുറച്ചും കൂടെ ഓർത്തിരിക്കാന് പറ്റും. ഒക്കെ ബെനിഫിറ്റ് ആയിരുന്നു. പിന്നെ മേ ബി എനിക്കുള്ള ഡൗട്ട് ആയിരിക്കും ആ സ്റ്റുഡന്റ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ അതെ, അതൊക്കെ എനിക്ക് ബെനിഫിറ്റ് യൂസ്ഫുൾ ആയിരുന്നു. ആയിരുന്നു. അപ്പൊ ബെൽസിനെ ഞങ്ങളുടെ ക്ലാസ് നല്ല ക്ലാസ് ആണ്, അത് എടുത്തു പറയണം, നല്ല ക്ലാസ്. ക്ലാസ്സുകളായിരുന്നു. ഓക്കെ. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഡെയിലി ഉള്ള ഡിസ്കഷൻസിൽ ബെൽസി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിലിങ്ങനെ അപ്ഡേറ്റ് ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻസ് ഇടുന്നത്, അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. അപ്പൊ ഈ ചൈൽഡ് കെയറും അങ്ങനെയൊക്കെയുള്ള സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് ബെൽസി നമ്മുടെ 12 ഡേയ്സിന്റെ റെക്കോർഡ് സെഷൻസ് ഇനഫ് ആയിരിക്കും എന്നാണ് ബെൽസിയുടെ ഒരു ഇതില്. അതെ, ഇപ്പൊ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവരാണെങ്കിലും അവർക്ക് ചിലപ്പോൾ പറ്റില്ലല്ലോ സാറ്, നമുക്ക് ഈ പറയുന്ന സമയത്ത് കേൾക്കാനോ, ചിലപ്പോൾ അവരൊരു ക്ലാസ് മിസ്സാവും. അതില് എനിക്ക് തോന്നുന്നു ഇത് പിന്നെ ഡിപ്പെൻഡ് അപ്പോൺ ഓരോ വ്യക്തിനെ അനുസരിച്ചാണ്. ഇരിക്കും. അതെ, ചിലപ്പോൾ ചിലർക്ക് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. അതെ. പക്ഷെ ആ ഒരു മെത്തേഡ് തന്നെയാണ് ആ വീഡിയോയിൽ ഉള്ളത്. ഒരാൾ വെറുതെ ഇരുന്ന് നേരിട്ട് പറഞ്ഞ് ക്ലാസ് ഇങ്ങനെ ടോപ്പിക് ഡിസ്കസ് ചെയ്ത് പോകാതെ ഒരു സ്റ്റുഡന്റിന്റെ മുമ്പിൽ പറയുന്നത് കൊണ്ട് എനിക്കിത് ഓക്കെ ആയിരുന്നു. ഓക്കെ ആയിരുന്നു. ബെൽസിക്ക് അത് ആക്സസ് ചെയ്യാനും ഒക്കെ ഏത് സമയത്ത് 24/7, കാര്യം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, 24 മണിക്കൂർ എപ്പോ ആണെങ്കിലും ബെൽസിക്ക് അത് ആക്സസ് ചെയ്യായിരുന്നു, കേൾക്കാമായിരുന്നു, പ്രിപ്പയർ ചെയ്യാമായിരുന്നു. ബെൽസി ഏത് സമയത്ത് വേണമെങ്കിലും അത് നോക്കുന്നുണ്ടായിരുന്നു, പ്രിപ്പയർ ലൈക്ക് കുക്കിങ്ങിന്റെ സമയത്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാ കാര്യങ്ങളും ബെൽസിക്ക് ഹെൽപ്ഫുൾ ആയി. ബെൽസി അവസാനം എന്തായാലും ആ ഒരു ഡ്രീം ജേർണിയിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഫർദർ കരിയർ പ്രോഗ്രഷനും കാര്യങ്ങളെല്ലാം തന്നെ, കാര്യം ഒരുപാട് കാപ്പബിലിറ്റി ഉണ്ട് ബെൽസിക്ക്. ഓക്കെ. അപ്പൊ ലിമിറ്റ് ചെയ്യരുത് നമ്മളെ. ഓക്കെ. ഇനി മാക്സിമം എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. കാര്യം നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷനിലാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം എന്റെ ക്ലിനിക്കൽ സ്കിൽസും കരിയർ പ്രോഗ്രഷനും വേണ്ടിയിട്ടാണ് ഞാൻ NHS ചൂസ് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലെ. അതെ, ഡയാലിസിസിൽ ഒരുപാട് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡയാലിസിസിൽ ആസ് എ ഡയാലിസിസ് നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറാം, പല അപ്പം എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഗൈനി എന്നുള്ള ഒരു പാഷൻ കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ബെൽസിക്ക് മൂവ് ചെയ്യാം. പക്ഷെ ഡയാലിസിസ് ഞാൻ വീണ്ടും പറയുന്നു, വൺ ഓഫ് ദ ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നോക്കി എന്ത് ചെയ്യുക, കരിയർ പ്രോഗ്രഷൻ ഇനി എന്ത് കാര്യങ്ങളോ ഹെൽപ്പോ ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് ബാൻഡ് 6ന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇനി തുടങ്ങാം. എന്തായാലും നല്ല രീതിയിൽ നല്ല തുടക്കമാവട്ടെ കേട്ടോ. ട്രെയിനിങ്ങുകളെല്ലാം അറ്റൻഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ക്ലിനിക്കൽ എഡ്യൂക്കേറ്റേഴ്സ് കാണും, നിങ്ങളുടെ മാനേജേഴ്സ് കാണും, എല്ലാം സംസാരിക്കുക. അല്ലാതെ ഒന്നും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബെൽസി. അപ്പൊ നമ്മൾ വർക്ക് തോന്നി സാർ. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഇംഗ്ലീഷുകാര് അവിടെ ഡിഫറെന്റ് കൾച്ചർ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ആ യൂണിറ്റിൽ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ എന്ത് ചോദിച്ചാലും അവർ ഓക്കെ ആണ് പറഞ്ഞത്. അതെനിക്ക് നല്ലൊരു ഹാപ്പി ആയി. കാര്യം മേ ബി നമ്മൾ വേറെ ആരോടെങ്കിലും പോയി സീനിയേഴ്സിനോടൊക്കെ ചെല്ലുമ്പോൾ അവർക്കത് ഇഷ്ടമാവില്ലേ എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവുമല്ലോ. പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരത് പറഞ്ഞു തരാൻ റെഡിയാണ്. അതൊക്കെ എനിക്ക് ഓക്കെ. അതെ, നല്ല രീതിയിലാണ്. നല്ല രീതിയിൽ ഇപ്പൊ പിന്നെ മലയാളീസ് ഒരുപാടുണ്ടോ ഡിപ്പാർട്ട്മെന്റിൽ? ഉണ്ട്. എല്ലാ ഷിഫ്റ്റിലും ആക്ച്വലി ഒരു മലയാളിയെങ്കിലും ഇല്ലാതില്ല, അത്രയും ഉണ്ട് പേര്. എപ്പോഴും പല ട്രസ്റ്റുകളിലും വരുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ ഓൺ ലാംഗ്വേജ് സംസാരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പേഷ്യൻസ് ആയിട്ടോ വേറെ മറ്റ് സ്റ്റാഫുമായിട്ട് നിൽക്കുമ്പോഴോ ഒക്കെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ലാംഗ്വേജസ് ഹാൻഡിൽ ചെയ്യാൻ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ, മലയാളീസ് സംസാരിക്കുമ്പോഴാണെങ്കിലും ഇപ്പം എല്ലാ സ്റ്റാഫിന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ അവർ മലയാളത്തിലല്ല, നമ്മൾ നേരെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അവര് എല്ലാരും ഉണ്ടല്ലോ. അതെ, ഉറപ്പായിട്ടും. കാര്യം പല സ്ഥലങ്ങളിലും പല ഇൻസിഡൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു കൾച്ചറും നമ്മുടെ ഒരു ഇതും കൂടെയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ, ക്യാരക്ടറും കൂടെയാണ്. അപ്പം ആ ഒരു ട്രസ്റ്റിന്റെ വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ് നമ്മൾ എപ്പോഴും അപ്ഹോൾഡ് ലൈക്ക് നമ്മൾ കാണിക്കുക. നമ്മൾ അതിനനുസരിച്ചാണല്ലോ നമ്മളിപ്പോൾ ട്രസ്റ്റിൽ ജോലിക്ക് കയറിയിരിക്കുന്നത്. പിന്നെ എല്ലാം അവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു പേഷ്യന്റ് സേഫ്റ്റി ആയിട്ട് വരുന്ന സ്ഥാനത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാലോചിക്കാം. കാര്യം നമുക്ക് നാട്ടിലും ബാക്കിയുള്ള പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും കുറെ സ്ഥലങ്ങളിലൊക്കെ, ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ അങ്ങനെയല്ല, എന്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്.
കാര്യങ്ങളൊന്ന് എസ്കലേറ്റ് ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്യുക. ഈ പറയുന്ന തിയറി ഒക്കെ ആപ്ലിക്കേഷൻ നടത്താനുള്ള ഒരു ഏരിയ ആണ് ഇനിയിപ്പോ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് എന്തായാലും കേട്ടോ. അപ്പൊ എല്ലാം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പോട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം ബെൽസി സമയം എടുത്ത് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന്. അപ്പം ബെൽസി MNCയുടെ സർവീസസ് ഒരു ഔട്ട് ഓഫ് 10 ബെൽസിയുടെ സ്കോർ എന്തായിരിക്കും എങ്ങനെയാണെങ്കിൽ? 10 ആണ് സാർ, എസ്പെഷ്യലി ഫോർ ഇന്റർവ്യൂ. ബിക്കോസ് ഞാൻ അത് ഇപ്പോഴും പറയുമ്പോൾ എന്റെ ഫേസിൽ കാണാൻ ഹാപ്പിനെസ്. കാരണം അത്രയും ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയോണ്ടാണ് എനിക്കിത് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു. അതെ, എന്തായാലും ഒരുപാട് സന്തോഷം ബെൽസി. ബെൽസി ഇപ്പം ഈ ഒരു പൊസിഷനിൽ എത്തിക്കണ്ടതും ഫാമിലി എല്ലാവരും ഹാപ്പി ആയ കാര്യത്തിലും. പിന്നെ ഇതുപോലെ ബെൽസിയും ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുക, കൂടെ ചോദിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞു ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഫ്രീ വീഡിയോസ് ഉണ്ട്, അത് കാണുക. ആപ്ലിക്കേഷൻ കൊടുക്കാനാണെങ്കിലും ഇന്റർവ്യൂവിന്റെ ആണെങ്കിലും അപ്പൊ ഒരു എക്സാക്ട് ഒരു ഐഡിയ കിട്ടും. പിന്നെ അതെ, മാക്സിമം എന്ത് ചെയ്യുക. പിന്നെ ഇതേപോലെ ആപ്ലിക്കേഷൻസ് പ്ലെന്റി ഓഫ് കൊടുക്കുക എല്ലായിടത്തും. ബെൽസിക്ക് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലും പറയുക, എന്താ ഒരു മടുപ്പ് കൂടാതെ വീണ്ടും ആപ്ലിക്കേഷൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്തായാലും. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു ബെൽസി, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ബെസ്റ്റ് വിഷസ് കേട്ടോ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ബെൽസി, ടേക്ക് കെയർ. ഓക്കെ, ബൈ. Take care, bye.